ഓം ശ്രീ ആഞ്ജനേയ നമ. MSP4 ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ MS വിനീത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ വർഷം 2025 പണം കയ്യിലേക്ക് വരാൻ സാധ്യതയുള്ള ചില നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. ധനപരമായി ധനലാഭം, മഹാലക്ഷ്മി സിദ്ധി ഉള്ള ചില നക്ഷത്ര ജാതകർ. ആ ജാതകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാർത്തിക നക്ഷത്രം, രോഹിണി, മകയിരം, ഉത്രം നക്ഷത്രം, അത്തം, ചിത്തിര, അവിട്ടം, ചതയം, അതുപോലെ പൂരുരുട്ടാതി നക്ഷത്രവും ഇതിൽപ്പെടുന്നു. ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ വർഷം വ്യാഴമാറ്റമുണ്ട്. അതുപോലെ തന്നെ വ്യാഴമാറ്റത്തിൻ്റെ സ്വാധീനം, അതുപോലെ ശനിമാറ്റം, രാഹുമാറ്റം, ഇതെല്ലാം ഈ വർഷം മാർച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരുംതോറും ഉള്ളതാണ്. അതിൻ്റെ സ്വാധീനം, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇത്രയും നക്ഷത്രക്കാർക്ക് ധനസിദ്ധി, ധാരാളം പണം കയ്യിൽ വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങൾ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും പണം കടം കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ദിവസത്തെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രം കൂടി ഒന്ന് കണക്കിലെടുക്കണം. കാരണം ചില നക്ഷത്രങ്ങളിൽ നമ്മൾ പണം കടം കൊടുക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾ മകം, കാർത്തിക നക്ഷത്രം, മൂലം, ചതയം, അതുപോലെ പുണർദം, ഉത്രം. പിന്നെ പണം കൊടുക്കുന്ന ആളിൻ്റെ ജന്മനക്ഷത്രം, ആ നക്ഷത്രത്തിൽ വരുന്ന ദിവസം പണം കടം കൊടുക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പണം കടം കൊടുക്കുമ്പോൾ പരമാവധി സന്ധ്യാസമയത്ത് കൊടുക്കാതെ ഇരിക്കുക. അതുപോലെ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ പണം കടം കൊടുക്കരുത് ആർക്കും. കാരണം കൊടുക്കുന്ന ആൾക്ക് മഹാലക്ഷ്മി ചൈതന്യം പോകുന്നു. ആ ആളിൽ നിന്ന് ധാരാളം പണം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ആ ദിവസം, ചൊവ്വയും വെള്ളിയും ദിവസം, ആർക്കും പണം കടം കൊടുക്കരുത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം, പൗർണമി ഈ ദിവസങ്ങളിലും ആർക്കും പണം കടം കൊടുക്കാൻ പാടില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന പൈസ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ടാണ്, അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ, അവർക്കെല്ലാം ഈ വർഷം നല്ല ധനസിദ്ധി ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.